ലോകത്തിലെ തന്നെ പ്രശസ്തരായ പല കലാകാരന്മാരും പെർഫോമേഴ്സും ഡ്രഗ്സിന്റെ അടിമകളായിരുന്നു. ലോകത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തരായ ബീറ്റിൽസ് എന്ന സംഗീത ബാൻഡ് LSD എന്ന ഡ്രഗ് സ്ഥിരമായി ഉപയോഗിച്ചിരുന്നു. നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ പിടിയിലായ അല്ലെങ്കിൽ പബ്ലിക്കായി ലഹരി ഉപയോഗിക്കും എന്ന് തുറന്നു പറഞ്ഞിട്ടുള്ളവരും രഹസ്യമായി ഉപയോഗിക്കുന്ന മറ്റനേക മുൻനിര കലാകാരന്മാരുമുണ്ട്. പലരും ഉപയോഗിക്കുന്നത് പലതരത്തിലുള്ള ഡ്രഗ്സാണ്. ശാസ്ത്രീയമായി നോക്കിയാൽ ഓരോ ലഹരി പദാർത്ഥത്തിനും അതിൻ്റെ സവിശേഷതകളുണ്ട്. അതെങ്ങനെ നമ്മുടെ തലച്ചോറിനെ ബാധിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ഉദാഹരണത്തിന് LSD പോലുള്ള ഡ്രഗ് ഔട്ട് ഓഫ് ദ ബോക്സ് ചിന്താഗതിക്ക് പ്രോത്സാഹനം നൽകുന്നതാണ്. എന്നാൽ കൊക്കൈൻ പോലുള്ള ഡ്രഗുകൾ വളരെയധികം എനർജി ഇത് ഉപയോഗിക്കുന്ന ആൾക്ക് കൊടുക്കുകയും ചെയ്യുന്ന ജോലിയിൽ വളരെയധികം ഫോക്കസ്ഡ് ആയി ചിന്താമഗ്നനായി കുറെ അധികം നേരം ചെലവഴിക്കാനുള്ള ശേഷി നൽകുകയും ചെയ്യുന്നു. ഇനി കഞ്ചാവ് പോലുള്ള ലഹരി പദാർത്ഥങ്ങളാവട്ടെ കാൽപ്പനികതയെയാണ് ഇത് വളർത്തുന്നത്. ഇമാജിനേഷൻ വർദ്ധിപ്പിക്കും, വേറിട്ട വീക്ഷണ കോണുകൾ തുറന്നിടുകയും ചെയ്യും. ഇങ്ങനെയുള്ള വളരെ താൽക്കാലികമായ സവിശേഷതകൾ ഉള്ളതുകൊണ്ടാകണം കലാകാരന്മാർ ഈ പറഞ്ഞ ഡ്രഗ്സ് ഉപയോഗിക്കാൻ താല്പര്യം പ്രകടിപ്പിക്കുന്നത്. എന്നാൽ ശാസ്ത്രീയ പഠനങ്ങൾ കാണിക്കുന്നത് കാലക്രമേണ ഇത് തലച്ചോറിന്റെ സ്വാഭാവിക പ്രവർത്തനത്തെ ബാധിക്കുകയും അങ്ങനെ ബുദ്ധിഭ്രമം സംഭവിക്കുകയും മറ്റു പല മാനസിക ബുദ്ധിമുട്ടുകളും ഡിപ്രഷൻ, സൈക്കോസിസ്, ആങ്സൈറ്റി, ആത്മഹത്യാ പ്രവണത, ലൈംഗിക ശേഷി നഷ്ടപ്പെടൽ, വന്ധ്യത, ഓർമ്മയില്ലായ്മ, അങ്ങനെ അനവധി നിരവധി പറഞ്ഞാൽ തീരാത്ത അത്ര മാനസിക ശാരീരിക ബുദ്ധിമുട്ടുകൾ രൂപപ്പെടുകയും വൈകല്യങ്ങൾക്ക് വരെ കാരണമാവുകയും ചെയ്യും. ഇതിൻ്റെ ഉപയോഗം കുടുംബങ്ങളെ തകർക്കും, സമൂഹത്തിനൊരു ഭീഷണിയാകും എന്നൊന്നുമുള്ള കാര്യം പ്രത്യേകം എടുത്തു പറയണ്ടല്ലോ. മിക്ക ക്രൂരമായ കൊലപാതകങ്ങൾക്കും പിന്നിൽ ലഹരി ഉപയോഗിച്ച കുറ്റവാളികളാണ്. ഒരു സാമാന്യ വ്യക്തിക്ക് ചെയ്യാൻ പറ്റാത്ത ക്രൂരത ലഹരിക്ക് അടിമപ്പെട്ട ഒരു വ്യക്തിക്ക് ചെയ്യാൻ സാധിക്കും. ഒരു മെന്റൽ ബൂസ്റ്റിന് വേണ്ടി ലഹരി ഉപയോഗിക്കാൻ തുനിഞ്ഞാൽ ഒടുവിൽ വളരെ ദാരുണമായ ജീവിതമാകും ആ വ്യക്തിക്ക് ബാക്കിയിരിപ്പായി ഉണ്ടാവുക. ലഹരി ഉപയോഗിച്ച് പെർഫോം ചെയ്തിട്ടുള്ള ഏതാണ്ട് മിക്ക കലാകാരന്മാരുടെയും കുടുംബജീവിതവും ദാമ്പത്യ ജീവിതവും സാമൂഹിക ജീവിതവും അന്ത്യവും വളരെ ദാരുണമായിരുന്നു. ഉദാഹരണത്തിന് കിങ് ഓഫ് റോക്ക് ആൻഡ് റോൾ എന്നറിയപ്പെട്ടിരുന്ന എൽവിസ് പ്രിസ്ലിയും കിങ് ഓഫ് പോപ്പ് എന്നറിയപ്പെട്ടിരുന്ന മൈക്കിൾ ജാക്സണും ഒക്കെ ഇതിന്റെ ഉത്തമ ഉദാഹരണങ്ങളാണ്. ലോകത്തിൽ എല്ലാം കീഴടക്കി എന്ന് പുറത്തുനിന്ന് നോക്കിയവർക്ക് തോന്നിയപ്പോഴും മാനസികമായും ശാരീരികമായും കുടുംബപരമായും ദാരുണമായ ഒരു ജീവിതമാണ് അവസാന കാലഘട്ടത്തിൽ ഇവർക്കൊക്കെ ഉണ്ടായത്. ഇവരൊക്കെ അങ്ങനെയാണ് ഒടുങ്ങിത്തീർന്നതും. ഏറ്റവും കുറഞ്ഞത് ലഹരിയെ ഇല്ലായ്മ ചെയ്യാൻ നമുക്ക് കഴിഞ്ഞാൽ സമൂഹത്തിലെ കുറ്റവാളികളെയും കുറ്റകൃത്യങ്ങളെയുമെങ്കിലും നമുക്ക് കുറയ്ക്കാനാവും. ഇതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്തുക. നന്ദി.